നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് എൻ്റെ അച്ഛൻ നിന്നോട് ചോദിച്ചാ നീ എന്താ പറയാ? നീ നിന്റെ കഴിവ് അത് ഇത് ഒന്നും പറഞ്ഞു അതിൽ തന്നെ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കാതെ അച്ഛനെ ഇംപ്രസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വഴി നോക്ക്. ഡാഡിനല്ല, ഡാഡിന്റെ മടങ്ങി പോക്കലുള്ള ഐഡിയ ഞാൻ റെഡിയാക്കും. എന്നെ നിനക്കറിയാലോ. ആരുമില്ല. അവനത് തോട്ടില് തോട്ടി പോയാ തോട്ടിലല്ല തൂറ്റില് എന്തുപറ്റി അവന്റെ എല്ലാം കയ്യിലിരിപ്പ് ഈ കൊടുത്ത പരിപാടി പൊളിയെന്നാ തോന്നണേ. അതെ 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 അതെ. പക്ഷെ നമ്മളിതുകൊണ്ട് തോറ്റു കൊടുക്കൂല എന്തുണ്ടായാലും നമ്മള് പരിപാടി എടുത്തു. അതെ അതെ അതെ. പക്ഷെ മാവേലി ആരാവും എന്നുള്ളതിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ. ഏതെങ്കിലും ഒരു ചാക്കാനും പറ്റില്ല. അതെ അതെ അതെ. മാവേലി കുറെ പവറും പ്രൗഡിയും റോയൽ ലുക്കും പരിപാടിയൊക്കെ. അതെ 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 അതെ. നമ്മുടെ കൂട്ടത്തിലാണെങ്കിൽ അങ്ങനെ ഒരാളും ഉള്ളൂ. അതെ അതെ അതെ. അളിയാ നീയാവണം. അതെ അതെ ഞാനോ? അതെ അതെ അതെ. എടാ എടാ നീ മനസ്സിലാക്ക്, നമ്മുടെ കൂട്ടത്തിൽ മാവേലിയാവാൻ പറ്റുന്ന ആ റോയൽ ലുക്കും ആ പ്രൗഡിയും ആടിത്തും ഇവിടെ ആർക്കുണ്ട്. അതായത് എടാ ആരെ ജയരാജനാക്കണം. എടാ നീ തന്നെ നോക്ക്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് അടിച്ചിട്ടുണ്ട്. എടാ അതിനെന്താ മാവേലി ആരാ? ആരാ? രാജാവ്. ഓ രാജാവിനാവാ. ഈ സോമരസ് നീ ഈ ശർക്കര പൊന്നു കൂട്ടുകാര അതല്ല. എടാ ഈ സോമരസ് പറഞ്ഞ പണ്ട് കാലത്ത് രാജാക്കന്മാരടിച്ചിരുന്ന കൂടി സാധനമാണ്. എന്തൊക്കെ കണ്ടറിയാം. അപ്പൊ രാജാവ് എന്ന് പറയുമ്പോ രണ്ടറൊക്കെ അടിച്ചു നിൽക്കും അല്ലേ? ഈ രാജാവ് നീ അടിക്കില്ല രണ്ടറ. പിന്നെ എന്താ വിഷയം? നീ വന്ന് നമുക്ക് സെറ്റപ്പ് ചെയ്തത്. ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട്. കഴിഞ്ഞില്ലേ മാവേലി? എനിക്കറിയില്ല. എടാ മാവേലി ആരാന്ന് പറഞ്ഞാല് ഈ കേരളം നീ ഒരു KGF ആയിട്ട് എടുക്ക. KGF ആയിട്ട് എടുത്തു. ഇവിടുത്തെ റോക്കി ബായാണ് മാവേലി. ഇത് കൂടി കേട്ടോ. പണ്ട് മാമൻ എന്ന് പറഞ്ഞൊരു ഡാവ് വന്നിട്ട് മാമനല്ല വാമന്നൻ മാമന്നല്ല വാമന്നൻ വാട്സാപ്പിൽ അയച്ചാൽ പുഴുങ്ങിക്കല്ലേ. ഒരു 3 അടി മണ്ണ് വെച്ച് മാവേലി എന്ന് പറഞ്ഞ ഇച്ചിരി ദാനധർമ്മിയാണ്. ഈ സാധനം വന്ന് ചോദിച്ചു പുള്ളി കൊടുത്ത് ഒരടി കൊടുത്ത് അളന്നെടുത്ത്. ന്യായമാണ്. രണ്ടാമത്തെ അടിയും കൊടുത്ത് ന്യായമാണോ? മൂന്നാമതൊരു അടി എടുത്തപ്പോ ഈ ലോകം അങ്ങ് തീർന്നു. അടി വെക്കാൻ സ്ഥലമില്ല. എന്നിട്ട് മാവേലി തല വെച്ച്. ട്രെയിനില്ലല്ലോ. വാമനന്റെ കാലിന്റെ അടിയിൽ തല വെച്ചില്ലേ. എന്നിട്ട് അങ്ങനെ മാവേലിനെ വാമന പാതാളത്തേക്ക് താഴ്ത്തി. എറണാകുളത്തുള്ള പാതാളത്തിൽ എന്റെ അമ്മയുടെ അവിടെയാണ് പോയി ചോദിച്ചാലോ. അവിടെ ഇല്ല, ഭൂമിയുടെ അടിയിൽ ഒരു പാതാളം ഉണ്ട്, അങ്ങോട്ട് താഴ്ത്തി. എടാ അതല്ല, പാതാളം ഭൂമിയുടെ അടിയിലുണ്ട്. അവിടെ മാവേലി പോയി അങ്ങനെ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം കർജനത്തെക്കാൾ ഭീകരമാണ്. ആ പോയ മാവേലി തിരിച്ചു വരും. ആ ഒരു ദിവസമാണ് ഈ ഓണം. ഈ ഓണമല്ല, ഓണം. അങ്ങനെ അത്രയും പവറി വരുന്ന ഒരാള്. ആ ഒരാളവൻ ആ ജയരാജനെ വിളിക്കണോ, അമലിനെ വിളിക്കണോ, ദേവതത്തിനെ വിളിക്കണോ? അവനെ കൈ കിട്ടണല്ലോ, അവനെ ചവിട്ടി നടത്തും. ഞാൻ പറഞ്ഞെന്തൊക്കെ ഓർമ്മയില്ല രണ്ടാൾക്കും. അതിന് പറഞ്ഞു കട്ടക്ക് നിക്കണേടാ. അവളുടെ അച്ഛനെ കറക്കിയെടുക്കാനാണ്. തന്തപ്പടി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ കാരണവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നമ്പർ ടച്ചിൽ 2 സാധനം കടിച്ചാൽ മതി. 2 പോയിന്റ് കൊടുത്താലോ? ഓ എന്റെ ഡൗട്ട് വെച്ചോട്ടെ. ഇരുട്ടത്ത് വേണോ രാത്രി പോയാൽ എന്തെങ്കിലും പറയും. എന്റെ പൊന്നു കൂട്ടുകാരാ, കാണാൻ പറ്റുള്ളവന്. എടാ ഇങ്ങോട്ട് വേണം, അങ്ങോട്ട് വരണം. എടാ തേത്താണ്ട് അവളുടെ വീട്. നല്ല വീടല്ലോ. അവളുടെ അച്ഛനൊരു നേക്കിന് സെറ്റ് ചെയ്ത് തന്നെ. അവളുടെ അച്ഛനെ നേക്കിടുന്നതിന് നമുക്ക് എന്റെ പൊന്നൊന്നുമില്ല. വീട് സെറ്റ് ചെയ്ത മാവിലെ പട്ടിടും. ആരാ ഇവിടെ? നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് ക്ലബിൽ നിന്ന് വരാം. ഓണൊക്കെ അല്ലേ, മാവേലിയൊക്കെ ആയിട്ട് അനുഗ്രഹമൊക്കെ തരാനായിട്ട്. അനുഗ്രഹിക്കാനോ? ഓ അങ്ങനെ ആവട്ടെ. നിങ്ങളേതാ ക്ലബ്ബ്? അല്ല, ഓണായിട്ട് പാഴ്സൽ കൂടെ ഉണ്ടെന്നൊക്കെ പറയാറുന്നേ. ഓ ഈ ഊണിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഊണിന് കറികളായിട്ട് കിച്ചടി, പച്ചടി, അങ്ങനെ വിവിധ തരം കലാകായിക മത്സരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാറുന്നേ. മിടുക്കന്മാരാണല്ലോ. ഇത്ര നല്ല ചെറുപ്പക്കാരെ നാട്ടിൽ കാണാനില്ലേ?
പരിപാടി ഇട്ടിട്ടുണ്ട് എന്നെ കുറിച്ചുണ്ടല്ലോ. എന്താ രഹസ്യം? പരിപാടിയുടെ മൊത്തം ഉത്തരവാദിത്വം ഇവന്റെ കയ്യിലാണേ. ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൊക്കെ ചെറുക്കിട്ടുണ്ട്. ഇവന്റെ കരങ്ങളാണ് ഈ പരിപാടിയുടെ മുന്നിലും പിന്നിലും തിരുമി തിരികെ കുറച്ചിനെ കൈയെടുക്കും. ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവന്റെ കഴിവുകൾ നിങ്ങൾ അറിയോ? ഓടും പാടും അതിൽ ചാടും. ഇവിടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഭാര്യ പുറത്തു പോയിക്കാണേ. മകനില്ലേ? ഞാൻ നമ്പർ അങ്ങനെ കയ്യിൽ വെച്ചോളൂ. വന്ന വഴി കളക്ഷൻസ് ഒക്കെ ഉണ്ടായി. കളക്ഷൻ ദാ, അല്ല ഒന്നുമില്ല, നമ്മള് ഓണപ്പരിപാടിയിലൊക്കെ ഗംഭീരാണ്. അപ്പൊ പേരില് രമ്പൂര് ചെയ്തല്ലേ? എന്റെ പേര് വി എ മന്നൻ, കൂട്ടി വായിച്ച മന്നാണേ. അങ്കിള് ഇവനെങ്കിലും ചവിട്ടി ചടിച്ചല്ലടാ കുട്ടിത്തേവാകെ. നിനക്ക് 3 വേണമല്ലേ? 1 2 3. കേരള വടക്ക് മഹാബലി, കേരള തെക്ക് മഹാബലി, കേരള സൗത്ത് മഹാബലി, കേരള നോർത്ത് മഹാബലി. ഞാനാ മാമനെ കൊതു.